നമുക്ക് മണ്ഡലത്തിലെ പൊതുചിത്രം എങ്ങനെയുണ്ട് എന്ന് കൂടി നോക്കാം. ഗുഡ് ഈവനിംഗ് വി എസ് രഞ്ജിത്ത്. 1-2 ദിവസമായല്ലോ രഞ്ജിത്ത് ഈ മണ്ഡലത്തിൽ കറങ്ങാൻ തുടങ്ങിയിട്ട്. നിലമ്പൂരിൽ ഇപ്പോൾ LDF-നും UDF-നും കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിലും അതുപോലെ തന്നെ CPIM-ന് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലും സ്ഥാനാർത്ഥിയായിരിക്കുകയാണ്. മണ്ഡലത്തിലെ ഒരു പൾസ് എങ്ങനെയുണ്ട്? ആർക്കാണ് നിലവിൽ ആദ്യ ദിനത്തിൽ മുൻതൂക്കം? ആദ്യമേ ഓടാൻ തുടങ്ങിയ ആര്യാടനാണോ? സുജ, ഏതായാലും നമ്മുടെ സ്വരാജ് വന്നതോടുകൂടി മണ്ഡലത്തിലെ ചിത്രം ഏകദേശം വ്യക്തമാവുകയാണ്. 2006-ന് ശേഷം CPM സ്വന്തം ചിഹ്നത്തിൽ ഇവിടെ മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത കൂടി സ്വരാജ് വരുമ്പോൾ ഉണ്ടാവുന്നുണ്ട്. നമുക്കറിയാം ഈ മണ്ഡലം ആദ്യം ഉണ്ടായപ്പോൾ സഖാവ് കുഞ്ഞാലിയുടെ പേരിലാണ് നിലമ്പൂർ ഇപ്പോഴും അറിയപ്പെടുന്നത്. ആ സഖാവ് കുഞ്ഞാലി മത്സരിച്ചതും ഈ പറയുന്ന അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു ശ്രീരാമകൃഷ്ണനാണ് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിക്കുന്നത്. പിന്നീടൊക്കെ വളരെ സ്വതന്ത്ര പരീക്ഷണങ്ങളായിരുന്നു. TK ഹംസ, അന്ന് DCC പ്രസിഡന്റ് ആയിരുന്ന TK ഹംസയെ ഇങ്ങോട്ട് ചാടിച്ചു കൊണ്ടുവന്ന് TK ഹംസ മത്സരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് പക്ഷേ അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിലായിരുന്നില്ല. പിന്നീട് PV അൻവറും ഒക്കെ മത്സരിച്ചതും സ്വതന്ത്ര ചിഹ്നത്തിലായിരുന്നു. ഇപ്പോൾ സ്വരാജ് മത്സരിച്ച് ആ സ്വരാജ് ഒരു പാർട്ടി ചിഹ്നത്തിലെത്തുമ്പോൾ ഇവിടെ മത്സരം കടുക്കുന്നു എന്ന് പറയണം. ആര്യാടൻ ഷൗക്കത്തും സ്വരാജും തമ്മിലുള്ള മത്സരം കടുത്ത മത്സരമായിരിക്കും. കാരണം CPM-ന്റെ സംഘടനാ സംവിധാനം ശക്തമായിട്ടുള്ളൊരു മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന നിലമ്പൂർ. കാരണം നിലമ്പൂർ മുനിസിപ്പാലിറ്റി ആണെങ്കിലും അമരമ്പലം പഞ്ചായത്താണെങ്കിലും ചുങ്കത്തറ പഞ്ചായത്താണെങ്കിലും ഒക്കെ CPM-ന് വളരെ കരുത്തുള്ള മണ്ഡലങ്ങളാണ്. ഈ അമരമ്പലത്തൊക്കെ എപ്പോഴും CPM ലീഡ് ചെയ്യാറുണ്ട്, നിലമ്പൂരിൽ ലീഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ CPM-ന്റെ സംഘടനാ സംവിധാനം വളരെ ശക്തമായി പ്രവർത്തിക്കുകയും അതോടൊപ്പം തന്നെ പരമ്പരാഗതമായി CPM-നൊപ്പം നിൽക്കുന്ന AP വിഭാഗത്തിൻ്റെ ഒക്കെ വോട്ടുകൾ CPM-ന് കിട്ടുകയും ചെയ്താൽ ഇത്തവണ വളരെ ശക്തമായ മത്സരം നടക്കുമെന്ന് ഉറപ്പാണ്. എന്നാൽ UDF ഭരണവിരുദ്ധ വികാരം വളരെ പ്രതീക്ഷിക്കുന്നുണ്ട്. നിലമ്പൂർ മണ്ഡലത്തിൽ ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുമെന്നും ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ ആനുകൂല്യത്തിൽ ജയിച്ചു കയറാമെന്നാണ് ആര്യാടൻ ഷൗക്കത്ത് കണക്കാക്കുന്നത്. പ്രത്യേകിച്ച് മലയോര മേഖലയിൽ മലയോര കർഷകരുടെയും ക്രൈസ്തവ സമൂഹത്തിൻ്റെയൊക്കെ പിന്തുണ UDF-ന് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വളരെ ശക്തമായൊരു മത്സരത്തിൻ്റെ ചിത്രത്തിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ BDJS കൂടി മത്സരത്തിന് വരികയാണെങ്കിൽ മത്സര ചിത്രം ഒന്നുകൂടി കടുക്കുമെന്നാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്.